जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हृदीयस्य प्रेरणाय प्रवर्तितोऽगं वराकरूपोऽपि तस्य हरे पदकमलं वन्दे चैतन्यदेवस्य। आनन्दलीलामयविग्रहाय हेमाबदिव्यछविसुन्दराय तस्मै महाप्रेमरसप्रदाय श्रीचैतन्यचन्द्राय नमो नमस्ते। आददनस्तृणां दन्देर्हितं याजे पुनः पुनः श्रीमद्रूपपदाम्बोजधूलिस्यां जन्म जन्मनि। हरे कृष्ण। എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 5-ാമത്തെ അധ്യായം ശ്ലോകം നമ്പർ 121 നമ്മൾ നോക്കുന്നു ഇന്ന്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ക്ഷീരോദക സായി വിഷ്ണുവിനെ കുറിച്ച് അല്ലേ. ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ ലീലകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നു. ഇനി ശേഷനാഗിനെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് ഇനി മുന്നോട്ട്. അതേപോലെ ഇതിന് മുമ്പുള്ള സെക്ഷനിൽ ഗർഭോദക സായി വിഷ്ണുവിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. അതേപോലെ കാരണോദക സായി വിഷ്ണുവിനെ കുറിച്ചും നമ്മൾ കണ്ടിരുന്നു.
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനും കുറച്ച് ടെക്നിക്കലാണ്, ഫിലോസഫിക്കലാണ്. ഈ ഒരു ട്രെൻഡ് ഇനി അടുത്തൊരു 3-4 ചാപ്റ്റർ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം മഹാപ്രഭുവിൻ്റെ ലീലകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഫിലോസഫി ലീലയുടെ ഇടയിൽ ഫിലോസഫി ഉണ്ടാവുള്ളൂ. ഇവിടെ ഫുള്ളി ഫിലോസഫിയാണ്, കഥയൊന്നും ആയിട്ടില്ല. അപ്പം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആദ്യം തന്നെ ചൈതന്യ മഹാപ്രഭു ആരാണ്, ശ്രീ നിത്യാനന്ദ പ്രഭു ആരാണ്, ശ്രീ അദ്വൈത പ്രഭു ആരാണ്, ഇതെല്ലാം സ്ഥാപിച്ചതിന് ശേഷം അവരെ സാധാരണ ആളുകളായിട്ട് കാണരുത്. കാര്യം ലീലകൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അതെല്ലാം നമ്മളുമായിട്ട് കമ്പാരിസൺ കൊണ്ടിരുന്നു. ഇപ്പോൾ കൃഷ്ണൻ്റെ ലീലയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ എസെൻസ് ആയിട്ടുള്ള കാതലായിട്ടുള്ള കൃഷ്ണൻ്റെ ലീലകൾ എന്തുകൊണ്ട് ദശമസ്കന്ധത്തിൽ വെച്ചിരിക്കുന്നു? കാര്യം ആദ്യത്തെ 9 സ്കന്ധങ്ങൾ പഠിച്ച് നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ആയതിനു ശേഷം മാത്രമേ നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുവാനുള്ള അധികാരമുള്ളൂ. കാരണം അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വളരെ ചീപ്പായിട്ട് എടുക്കുന്നു. ഭഗവാന്റെ ലീലകൾ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. മാത്രമല്ല അതിലെ പല ലീലകളും നമ്മൾ തെറ്റായി ധരിക്കുന്നു. കാര്യം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആകെ അറിയാവുന്നത് ഇവിടെ നടക്കുന്ന കാര്യം മാത്രം. ഈ ലോകത്ത് ഈ ഇട്ടാവട്ടത്ത് നടക്കുന്ന എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ എന്ത് കാണുമ്പോഴും, ഭഗവത് ലീലകൾ കാണുമ്പോൾ പോലും ഇവിടെയുള്ള സംഭവങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കുന്നു. അത് വലിയൊരു അപരാധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അറിവില്ലാത്തവർ പലവരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമുക്ക് കേൾക്കുമ്പോൾ വിഷമമാവും, ശരിയാണ്. പക്ഷേ ആളുകളെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാനും ചില സമയങ്ങളിൽ സാധിക്കില്ല. ബിക്കോസ് അവർ എവിടെ നിന്നും തുടങ്ങും, എവിടെ നിന്നും തുടങ്ങും, എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും? കാര്യം അത്രമാത്രം അനർത്ഥങ്ങൾ ഉള്ളിൽ വരുമ്പോഴാണ്. ചില ആളുകളുണ്ട് ഭഗവാനെ വിശ്വസിക്കാത്തവർ, കുഴപ്പമില്ല, അവർ പിന്നെയും ഭേദമാണ്. പക്ഷേ ഇത് വിശ്വാസം ഉണ്ടെന്ന്, പല വിശ്വാസങ്ങളും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോഴോ, അല്ലെങ്കിൽ സാധാരണ ഒരു പുരുഷൻ, ഒരു ആണ്, ഈ ലോകത്തെ പുരുഷൻ ആകെ ഒരാളേ ഉള്ളൂ, അത് പരമജീവ പുരുഷൻ കൃഷ്ണൻ മാത്രമാണ്. എന്നാലും പുരുഷൻ്റെ ശരീരമുള്ള ആൾ, അങ്ങനെ പറയാം, പുരുഷ ശരീരമുള്ള ആൾ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാൾ, അദ്ദേഹം ഈ എന്താ പറയുക, അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു കമ്പാരിസൺ ചെയ്യുമോ, കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സ്ത്രീകളായിട്ട് അവർക്ക് ആ ആൾക്ക് സമ്പർക്കമുണ്ട്. നമ്മുടെ ഠാക്കൂർജിയുടെ പേര് പറയും. അങ്ങനെയാണ്, എനിക്ക് പറയാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഠാക്കൂർജിയെ പോലെയാണെന്ന് പറയും. എത്ര വലിയ അപരാധമാണെന്ന് നോക്കൂ. അങ്ങനെയുള്ളവരുടെ ഗതി വളരെ മോശമായിരിക്കും. കാര്യം ഭഗവാനെ വെറുക്കുന്നതും ഭഗവാൻ ഇല്ലയെന്ന് വിശ്വസിക്കുന്നതും വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് പറയുന്നത് അസൂയയാണ്, എൻവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വേക്കൻസിയാണ്. ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശനമേ ഇല്ല. എൻവി എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് പറയുന്നത് വളരെ അനർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും അപകടം പിടിച്ചതാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ, ഈ മാത്സര്യമാണ് ഈ അസൂയ, വളരെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഗതി വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ശ്രീല വ്യാസദേവൻ ഭാഗവതം നമുക്ക് കമ്പൈൽ ചെയ്ത് തന്ന സമയത്ത് അദ്ദേഹം ആദ്യത്തെ 9 സ്കന്ധങ്ങളിൽ ഭഗവാന്റെ ഗ്ലോറീസ്, ഭഗവാന്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ആദ്യം വിശദീകരിച്ചതിന് ശേഷം, അതേപോലെ തന്നെ ഭഗവാന്റെ ഭക്തരെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പറയുന്നതിന് ശേഷമാണ് ഭഗവാന്റെ ലീലകളിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വേറെ ആരുമല്ല, സാധാരണ ഒരാളല്ല, ഭക്തനെ പോലെ തോന്നുമായിരിക്കും. അവതാര പുരുഷനാണ് അദ്ദേഹം, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, അവതാരിയാണ് എന്നുള്ളത് സ്ഥാപിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതേപോലെ തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നിത്യാനന്ദ പ്രഭു ആണെങ്കിൽ അദ്വൈതാചാര്യ, ഇവർ 3 പേരും നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, അല്ലെങ്കിൽ കൃഷ്ണനും
ബലരാമനും വിഷ്ണുവാണ് അല്ലേ? ഇവരെല്ലാവരും വിഷ്ണു തത്വങ്ങളാണ്. അതുകൊണ്ട് ഈ 3 പേരെയും കുറിച്ച് വളരെ വിശദീകരിച്ച് ഓരോ അധ്യായങ്ങൾ തന്നെ കൊടുത്താണ് ശ്രീലകൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി അതിനുശേഷം പതുക്കെ ബാക്കി കാര്യങ്ങൾ, പിന്നെ ഭഗവാൻ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു എന്താ പറയുക ലീനിയേജ് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന് കീഴെ വരുന്ന പരമ്പരയെക്കുറിച്ചും മുന്നോട്ട് കുറച്ച് അധ്യായങ്ങളിലുണ്ട്. അതിനുശേഷമാണ് പിന്നെ ലീലകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ തത്വങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ ശരിക്കും ധരിക്കാൻ സാധിക്കുകയുള്ളൂ. സിദ്ധാന്ത ചിത്ത കരേ ന കരേ ആലസ്. സിദ്ധാന്തം പഠിക്കാൻ, ഫിലോസഫി പഠിക്കാൻ മടി കൂടാൻ പാടില്ല, മടി കാണിക്കാൻ പാടില്ല. ലീലകൾ മാത്രം കേൾക്കാനല്ല നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ഓക്കെ, ലീലകളാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ആ മനസ്സ് പോവേണ്ടത് അവിടേക്കാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ പറയുന്നുണ്ട്, സിദ്ധാന്തം പഠിക്കുവാൻ വേണ്ടിയിട്ട് നക്കറി ആലസ്യം പാടില്ല, മടി പാടില്ല എന്ന്. ഓക്കെ, ഇതുവരെ ക്ഷീരോദക സായി വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ശ്ലോകങ്ങളാണ്. ഇനി എന്താണെന്ന് നോക്കാം. ക്ഷീരോദക സായി വിഷ്ണുവിനെ കുറിച്ചും അതിനുശേഷം എനിക്ക് തോന്നുന്നു അനന്തശേഷമൊക്കെ 117 മുതൽ അനന്തശേഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശേഷനാഗ ആരാന്ന്, ശേഷൻ ആരാണെന്നുള്ളത് പറഞ്ഞു. ഇനി 125 ശ്ലോകം വരെ അങ്ങനെയാണ് ശേഷനെ കുറിച്ചാണ് പറയുന്നത്. 121 ശ്ലോകം നോക്കാം. സഹസ്രവദനേ കരേ കൃഷ്ണ ഗുണഗാന നിരവധി ഗുണഗാന അന്തനഹി പാന. ഓക്കെ, ഹരേ കൃഷ്ണ. സഹസ്രവദനേ കരേ കൃഷ്ണ ഗുണഗാന നിരവധി ഗുണഗാന അന്തനഹി പാന. വിവർത്തനം പവർത്തന ശ്രീലപ്രഭാതിക്ക് ജയ്. അവിടുന്ന് തന്റെ ആയിരക്കണക്കിന് വായുകളാൽ കൃഷ്ണ ഭഗവാന്റെ മഹിമകൾ ആലപിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഗുണങ്ങൾക്ക് ഒരവസാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ 117, 18, 19 ഈ 3 ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ശേഷൻ എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിൽ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്നു ഭഗവാൻ ശേഷനെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ചാണ് പറയുന്നത്. അനന്തശേഷൻ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് ആക്ച്വലി ഭക്താവതാരമാണ് അനന്തശേഷൻ. അങ്ങനെ അനന്തശേഷനാണെങ്കിൽ ഒരുപാട് തലകളുള്ളതുകൊണ്ട് ഒരുപാട് വായകളുണ്ട്. ആ വായുവെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? വേറൊന്നുമല്ല ചെയ്യുന്നത്. ജിഹ്വേ കീർത്തയ കേശവം മുരരിപ്പും ജിഹ്വേ കീർത്തയ കേശവം. ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ കീർത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീർത്തികൾ അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വായെല്ലാം ഉപയോഗിച്ച്, നാവെല്ലാം ഉപയോഗിച്ച് ഒരുപാട് നാവുകൾ അദ്ദേഹത്തിനുണ്ട്. തുണ്ടേ താണ്ടി വിനി വിതനുദേ തുണ്ടാവലി ലബ്ധയെ. രൂപഗോസ്വാമി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങനെയാണ്. ശ്രീല ഹരിദാസ് ഠാക്കൂറിന് മുമ്പിൽ വരുന്ന സമയത്ത് ഹരിനാമത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത്, ഹരിദാസ് ഠാക്കൂർ നാമാചാര്യനാണ് അല്ലേ? ആ സമയത്ത് ഹരിനാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് രൂപഗോസ്വാമി പറയുന്നു. ഹരിദാസ് ഠാക്കൂറിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപഗോസ്വാമി. അങ്ങ് ആചാര്യനാണ്, നാമാചാര്യനാണ്, അങ്ങ് ഇത്രയും ലക്ഷം നാമം ഒരു ദിവസം ചൊല്ലുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ആ സമയത്ത് രൂപഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ഈ ശ്ലോകം വരുന്നതാണ്. ഒരുപാട് നാവുകൾ ഞാൻ ആഗ്രഹിക്കുന്നു. തുണ്ടേ താണ്ടി വിനി വിതനുദേ തുണ്ടാവലി ലബ്ധയെ. ഞാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് നാവുകളുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. ആ ഒരു ഭാഗ്യം രൂപഗോസ്വാമി ആരെയാണ് ഓർക്കുന്നത്? ശേഷനാഗനെ. ശേഷനാഗ എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. ആയിരക്കണക്കിന് തലകളുണ്ട്, ആയിരക്കണക്കിന് നാവുകളുണ്ട്. ആ നാവുകളെല്ലാം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നു ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിഹ്വേ കീർത്തയ കേശവം. കീർത്തി, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊരു വല്ല അവസാനമുണ്ടോ? അവസാനമില്ല. ശേഷൻ എപ്പോഴും പറയും, എനിക്ക് എത്ര തലയും ഇനിയും ഇതിൻ്റെ അപ്പുറത്തും ഇനിയും കൂടുതൽ തലയുണ്ടായിട്ടും കാര്യമില്ല. എനിക്ക് ഭഗവാന്റെ
ഭഗവാന്റെ ക്വാളിറ്റീസിനെ കുറിച്ച്, ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ വേണ്ടി എൻ്റെ നാവുകൾക്ക് സാധിക്കില്ല. കാര്യം ഇതിന് അവസാനമില്ല, അനന്തമാണ്. അനന്തശേഷ് അനന്തശേഷൻ അങ്ങനെ പേര് വരാനും കാര്യം അനന്തശേഷൻ ഇങ്ങനെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയായാലും തീരുന്നില്ല, അനന്തമാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തശേഷി തന്നെ പറയുന്നു എന്നെക്കൊണ്ട് സാധിക്കില്ല, അത്രയ്ക്കധികം. കാര്യം ഭഗവാന്റെ ലീലകളാണെങ്കിലും ഭഗവാന്റെ ക്വാളിറ്റീസ് ആണെങ്കിലും അനന്തമാണ്. ഓക്കെ. സനകാദി ഭാഗവത ശുനേയാര മുഖേ ഭഗവാനേര ഗുണ കഹേ ഭാഷേ പ്രേമ സുഖേ. ഹരേ കൃഷ്ണ പ്രഭു. സനകാദി ഭഗവത ശുനേയാൻ മുഖേ ഭഗവാനേര ഗുണ കഹേ ഭാസേ പ്രേമ സുഖേ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. 4 കുമാരന്മാർ അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കുകയും അവരത് ഭഗവത് പ്രേമത്തിന്റെ പരമാനന്ദത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 4 കുമാരന്മാർ, സനത് കുമാരന്മാർ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത് ആരിൽ നിന്നാണ്? ഈ 1000 തലകളുള്ള ശേഷനിൽ നിന്ന്, അനന്തശേഷനിൽ നിന്ന്. കാര്യം കണ്ടിന്യൂസ് ആണ്. 4 കുമാരന്മാർക്കാണെങ്കിൽ എത്ര കേട്ടാലും മതിയാവില്ല ഭഗവാനെക്കുറിച്ച്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും സദാസമയം 24 hours ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അവർക്ക് പരമാനന്ദം കിട്ടുന്നു. കൃഷ്ണപ്രേമത്തിൻ്റെ ആനന്ദം, പരമാനന്ദം അവർക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. 123. ഛത്ര പാതുക ശയ്യ ഉപാദാന വസന ആരാമ ആവാസ യജ്ഞ സൂത്ര സിംഹാസന. മനോഹരം. കൃഷ്ണ പ്രഭു. ഛത്രപാദുക ശയ്യ ഉപാദാനാവസന ആരാമ ആവാസായ സിംഹാസന. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഭഗവാന്റെ പാദുകം, കിടക്ക, കളയണ വസ്ത്രങ്ങൾ, വിശ്രമിക്കാനുള്ള ആരാമം, വസതി, പൂന്നൂൽ, സിംഹാസനം എന്നീ രൂപങ്ങൾ കൈക്കൊണ്ട് അനന്തശേഷം ഭഗവാനെ സേവിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ അനന്തശേഷൻ ഭഗവാനെ സേവനം ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് രീതിയിൽ, പല തരത്തിൽ അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. കൊടയായിട്ട് ഭഗവാന്റെ മുമ്പിൽ, ഭഗവാന് വെയിൽ കൊള്ളില്ല, മഴ കൊള്ളില്ല, എന്തായാലും കൊടയായിട്ടുണ്ട്. നമ്മൾ കണ്ടു കൃഷ്ണനെ വസുദേവര് എങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് യമുനാജിയിൽ അനന്തശേഷം വരുന്നു. അനന്തശേഷം വന്ന് ഘോരമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ആ മഴ കൊള്ളാതിരിക്കാൻ ഭഗവാന്റെ മുമ്പിൽ വസുദേവരുടെ പുറകിൽ എങ്ങനെ അനന്തശേഷം വന്നിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ ഒരുപാട് രീതിയിൽ സേവനം ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പാതുകയായിട്ട് അനന്തശേഷൻ വിസ്തരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കിടക്കയായിട്ട് വിസ്തരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തലയിണയായിട്ട്, വസ്ത്രമായിട്ട്, ഇരിക്കുന്ന കസേരയായിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ധാമമായിട്ട് എല്ലാം. അതേപോലെ തന്നെ യജ്ഞസൂത്ര, ഇത് പറഞ്ഞ പോലെ പൂണൂല് ആയിട്ട്, അദ്ദേഹത്തിൻ്റെ സിംഹാസനമായിട്ട്, ഇങ്ങനെ പല രീതിയിലും വിസ്തരണം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെപ്പോഴും ഇതും പറയാറുണ്ട് ബലരാമൻ്റെ വിസ്തരണത്തെക്കുറിച്ച്. ബലരാമൻ പല രീതിയിലും ഭഗവാനെ സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ബലരാമൻ്റെ, ആ ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ വിസ്തരണം തന്നെയാണ് ശേഷൻ. ഈ രീതികളിലെല്ലാം കൃഷ്ണനെ, ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനന്തശേഷ്. ഓക്കെ. ഏതമൂർത്തി ഭേദ കരെ കൃഷ്ണ സേവ കരെ കൃഷ്ണേര ശേഷാത പായ ശേഷനാമധാരെ. वेदमूर्ति भेद करी कृष्ण सेवा करी कृष्णेर शेषदापना शेष नाम धरी.
വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. അപ്രകാരം അവിടുന്ന് ശേഷൻ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം അവിടുന്ന് കൃഷ്ണന് വേണ്ടിയുള്ള പരിചര്യയുടെ ആത്യന്തിക ഭാവം നേടിയിരിക്കുന്നു. കൃഷ്ണസേവനത്തിനായി നാനാരൂപങ്ങൾ സ്വീകരിക്കുന്നു അവിടുന്ന്. ഇപ്രകാരം ഭഗവത് സേവനം നിർവഹിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ಈತ ಮೂರ್ತಿ ಭೇದಕರಿ ಕೃಷ್ಣ ಸೇವಕರೇ കൃഷ്ണേര ശേഷാത്തെ പായ ശേഷനാമധാരേ. ശേഷനാഗത്തിന് എന്തുകൊണ്ട് ശേഷൻ എന്ന് വിളിക്കുന്നു? അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെ അദ്ദേഹത്തിന് ശേഷൻ എന്ന് കിട്ടി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി അനേക രൂപത്തിൽ അദ്ദേഹം, അനേക രീതിയിൽ അദ്ദേഹം വിസ്തരിക്കുന്നുണ്ട് ഭഗവാനെ സേവനം ചെയ്യാൻ. നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തിൽ തലയിണയായിട്ട്, ഇരിപ്പിടമായിട്ട്, കുടയായിട്ട്, എല്ലാം പല രീതിയിലും ഭഗവാനെ സേവിക്കാൻ വേണ്ടി അദ്ദേഹം വിസ്തരിക്കുന്നുണ്ട്. പല രൂപത്തിൽ അദ്ദേഹം വരുന്നു, പല രീതിയിൽ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് അനന്തമാണ്, അതിന് അവസാനമില്ല. അതായത് എത്ര സേവനം ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂസ് ആണ്, അതിന് ഒരു അവസാനമില്ല. ഏതൊക്കെ രീതിയിൽ ഭഗവാനെ സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് അനന്തമാണ്. അതേപോലെ തന്നെ ശേഷ എന്ന് പറയാൻ കാര്യം അതിന്, അതായത് ഇനി അവശേഷിക്കുന്ന സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എല്ലാം ശേഷനാണ് ചെയ്യുന്നത്. ഒന്നും ബാക്കിയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നും ബാക്കിയില്ല, എല്ലാം അദ്ദേഹം ചെയ്യണേ. എല്ലാ രീതിയിലും ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ശേഷൻ എന്ന് പേര്. ഇനി അടുത്ത ശ്ലോകത്തിൽ അനന്തൻ, എന്തുകൊണ്ട് അനന്തൻ എന്ന് പറയുന്നു നോക്കാം. അവിടെ സേയിത അനന്തയാര കഹി ഏക കാലേ ഹേന പ്രഭു നിത്യാനന്ദ കെ ജാനെ താര കൈലേ. ഹരേ കൃഷ്ണ. സെയിതാനന്ദയന കഹി ഏക കാല ഹേന പ്രഭു നിത്യാനന്ദ കെ ജാനെ താനേരെ ഗേല. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തൻ ആരുടെ കലാവിസ്തരണമാണോ ആ മൂല്യവ്യക്തിത്വമാണ് ഭഗവാൻ നിത്യാനന്ദ പ്രഭു. അതിനാൽ നിത്യാനന്ദന്റെ ലീലകൾ അറിയാൻ ആർക്കാണ് കഴിയുക? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കലാവതാരമാണ്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശത്തിൻ്റെ അംശമാണ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശത്തിൻ്റെ അംശമാണ് ആര്? അനന്തൻ. ആ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് നമുക്ക്, നിത്യാനന്ദ പ്രഭുവിൻ്റെ ലീലകളെക്കുറിച്ച് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. കാര്യം ഈ അനന്തശേഷമൊക്കെ വരുന്നത് ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ് എന്നാണ്. കാര്യം ഈ ഒരു ചാപ്റ്റർ മുഴുവനും, അധ്യായം മുഴുവനും ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സ്തുതിക്കുമ്പോൾ അദ്ദേഹം ആരാണെന്ന് പറയുന്നു, അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വിസ്തരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷാവതാരങ്ങളാവട്ടെ, പുരുഷാവതാരങ്ങൾ നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് വരുന്നു എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ശേഷനും നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് വരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ 125-125 ശ്ലോകത്തോടു കൂടി. ഇനി 126 ശ്ലോകം മുതൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ए सब प्रमाणे जानी नित्यानंद तत्व सीमा ताहा के अनंत कही ते तारा महिमा. हरे कृष्ण. हरे कृष्ण. ए सब प्रमाणे जानी नित्यानंद तत्व सीमा तान्हागे आनंद कही की तांड्र महिमा. വിവർത്തനം ശ്രീലപ്രഭാത് കി ജയ്. ഈ നിഗമനങ്ങളിൽ നിന്ന് നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ തത്വവിശാലത അറിയാൻ കഴിയും. അങ്ങനെയുള്ള അവിടെ നിന്ന് അനന്തൻ എന്ന് വിളിക്കുന്നതിൽ എന്ത് മഹത്വമാണുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ പ്രഭുവിനെ അനന്തൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇനി ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഇനി അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ 133 ശ്ലോകം വരെ, 133 133 133 ശ്ലോകം വരെ അദ്ദേഹം അതാണ് ഇനി പറയുന്നത്. അതാവ ഭക്തേര വാക്യ മാനി സത്യകരി സകല സംഭവേ താന്തെ യാത്തെ അവതാരി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ.
पुस्तक हरे कृष्ण अथवा भक्तेरवाक्य मानी सत्य करी സകല സംഭവേ താൻ തെയ്യാതി അവതാരി. വിവർത്തനം. പക്ഷേ ഞാനത് സത്യമായി അംഗീകരിക്കുന്നു. എന്തെന്നാൽ ഭക്തന്മാരാലാണ് അത് പറയപ്പെട്ടത്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ അവിടുന്നിൽ എല്ലാം സാധ്യമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഞാൻ സത്യം പറയാൻ പോകുന്നു, ഞാൻ സത്യമായിട്ടത് സ്വീകരിച്ചിരിക്കുന്നു. കാര്യം ഭക്തരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഭക്തേര വാക്യ. സോ ഭക്തർ പറയുന്ന എല്ലാ വാക്കുകളും ശുദ്ധഭക്തർ പറയുന്ന എല്ലാം സത്യമാണ്. അതിനെ സ്വീകരിക്കാം. കൃഷ്ണൻ ഇവിടെ പറയുന്നു, അതുകൊണ്ട് അദ്ദേഹം ഭഗവാനെ കുറിച്ച്, നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച്, നിത്യാനന്ദ പ്രഭു എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് എന്ന് പറയുന്നു. കാര്യം കൃഷ്ണൻ്റെ ആദ്യത്തെ വിസ്തരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ വിസ്തരണം ബലരാമനാണ്, അല്ലെങ്കിൽ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല. ഒരിക്കലും വിചാരിക്കരുത് ബലരാമൻ്റെ അവതാരമാണ് നിത്യാനന്ദ പ്രഭു. അല്ല, ബലരാമനും നിത്യാനന്ദ പ്രഭു ഒന്ന് തന്നെ. കൃഷ്ണൻ്റെ അവതാരമാണ് മഹാപ്രഭു. ആക്ച്വലി പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നാണ്. എന്നാൽ കൃഷ്ണൻ കൃഷ്ണനായിട്ട് വരുന്നു, ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുന്നു. വ്യത്യാസമില്ല. അതാണ്. അതേപോലെയാണ് ബലരാമനും. സച്ചിനന്ദൻ ഗൗരഹരീസ്, സച്ചിനന്ദൻ ഗൗരഹരി കൃഷ്ണൻ തന്നെ. രാധാകൃഷ്ണ ഏക ആത്മ ദുഹി ദേഹധാരി. ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ. അതേപോലെ ബലരാമനാണ് നിത്തായി. അവതാര അവതാരി അഭേദ യേ ജാനെ പൂർവേ യൈ കൃഷ്ണ കെ കേഹോ കാഹോ കരി മാനെ. हरे कृष्ण प्रभु. अवतार अवतारी अभेद ये जाने पूर्वे ऐचे कृष्ण के हो काहो करी माने. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവതാരവും അവതാരിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് അവർക്കറിയാം. മുമ്പ് കൃഷ്ണ ഭഗവാൻ വ്യത്യസ്ത ജനങ്ങളാൽ വ്യത്യസ്ത തത്വങ്ങളുടെ വെളിച്ചത്തിൽ പല വിധേന അറിയപ്പെട്ടിരുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ഇവിടെ പറയുന്നു, അവതാരങ്ങളും അവതാരത്തിൻ്റെ ഉത്ഭവവും ഉറവിടവും തമ്മിൽ വ്യത്യാസം വരുന്നില്ല. കാര്യം നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ, ഉദാഹരണം പറയുന്ന പോലെ, മെഴുകുതിരി, ഒരു ആദ്യത്തെ മെഴുകുതിരിയിൽ നിന്ന് വേറെ കുറേ മെഴുകുതിരികൾ നമ്മൾ കത്തിക്കാൻ സാധിക്കും അല്ലേ? ആക്ച്വലി പറയുകയാണെങ്കിൽ എല്ലാം ഒരേ പൊട്ടൻസിയാണ്, എല്ലാം മെഴുകുതിരികളാണ്. എന്നാൽ തുടങ്ങുന്നത് ഒരു സ്ഥലത്തു നിന്നാണെങ്കിലും, അതുകൊണ്ട് അവതാരമാണെങ്കിലും അവതാരിയാണെങ്കിലും വ്യത്യാസവുമില്ല. അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം പല രീതിയിൽ അദ്ദേഹം അവതരിക്കുന്നു. അദ്ദേഹം അവതാരി പുരുഷനാണെങ്കിൽ പോലും. കേഹോ കാഹേ കൃഷ്ണ സാക്ഷാത് നരനാരായണ, കേഹോ കാഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. ഹരേ കൃഷ്ണ. കേഹോ കഹേ കൃഷ്ണ സാക്ഷാത് നര നാരായണ, കേഹോ കഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ സാക്ഷാൽ നരനാരായണനാണെന്ന് ചിലർ പറഞ്ഞിരുന്നു. മറ്റു ചിലർ അവിടുന്നിനെ വാമനദേവന്റെ പുനരവതാരം എന്ന് വിളിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ചിലവർ പറയുന്നു കൃഷ്ണൻ നരനാരായണനാണെന്നുള്ളത്, നരനാരായണ ഋഷി. ചിലവർ പറയുന്നു വാമനദേവനാണ്, അല്ലെങ്കിൽ വാമനദേവൻ്റെ അവതാരമാണെന്നൊക്കെ. പല രീതികളിലും എങ്ങനെ പറഞ്ഞാലും വ്യത്യാസമില്ല. കാര്യം ഇതെല്ലാം വിഷ്ണു തത്വമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കേഹോ കഹേ, അടുത്ത ശ്ലോകം. കേഹോ കഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര, അസംഭവന ഹേ സത്യവചന സഭാര. ഹരേ കൃഷ്ണ. കേഹു കഹേ കൃഷ്ണ ക്ഷീരോദശായി അവതാര, അസംഭവന ഹേ സത്യവചന സഭാര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ചിലർ കൃഷ്ണനെ ക്ഷീരോദകശായിയുടെ അവതാരമായി കണ്ടു. ഇവയെല്ലാം ശരിയാണ്, ഇതിൽ അസാധ്യമായ ഒന്നുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിലവർ പറയുന്ന ക്ഷീരോദസായി വിഷ്ണുവിൽ നിന്നാണ് കൃഷ്ണൻ വരുന്നത്. അപ്പോൾ ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയും, ഇതെല്ലാം സത്യമാണ്, സത്യം തന്നെയാണ്, ഒന്നും നമ്മൾ തർക്കിക്കുന്നില്ല, എല്ലാം ഓക്കെയാണ്. ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ ഇരിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിൽ. അദ്ദേഹം വിസ്തരിക്കുന്നു, പല രീതിയിൽ അവതാരങ്ങൾ എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബഹിരാംഗ ശക്തിയിലുള്ളതാണ് ഭൗതിക ലോകം തന്നെ. ഈ ഭൗതിക ലോകത്തിനെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ഏൽപ്പിക്കുന്നത് പുരുഷ അവതാരങ്ങളെയാണ്.
കാരണോദക സായി വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു, ക്ഷീരോദക സായി വിഷ്ണു അല്ലേ. അതിൽ ക്ഷീരോദക സായി വിഷ്ണു ആണ് ഈ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ചരാചരങ്ങളിലും ഉള്ളത്, പരമാത്മാവായിട്ട് ഇരിക്കുന്നത്. ആ ക്ഷീരോദക സായി വിഷ്ണുവിനെയാണ് ദേവന്മാർ പോയി എന്തെങ്കിലും പരാതി ബോധിപ്പിക്കണമെങ്കിൽ, നിവേദനം ഉണ്ടെങ്കിൽ എത്തിക്കുന്നത് ക്ഷീരോദക സായി വിഷ്ണുവിൻ്റെ അടുത്താണ്. ക്ഷീരോദക സായി വിഷ്ണുവാണ് ബേസിക്കലി ഈ ഒരു പരിപാലനം ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഗുണാവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടി, പരിപാലനം, സംഹാരം അല്ലേ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അതിലെ വിഷ്ണു എന്ന് പറയുന്നത് ക്ഷീരോദക സായി വിഷ്ണുവാണ്. അദ്ദേഹമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടത്തിൽ, നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലും ക്ഷീരോദക സായി വിഷ്ണു ഉണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രോമിനൻസ് ഉണ്ട്. കാര്യം അദ്ദേഹമാണ് ഇത് പരിപാലനം ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് അവതാരങ്ങൾ എടുക്കുന്ന സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, വരുമ്പോൾ ഇത് നമ്മൾ പലപ്പോഴും എക്സാമ്പിൾ പറയുന്ന പോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇവിടെ ഞാനിരിക്കുന്ന രാജ്യത്ത് വരുവാണെങ്കിൽ, ഈ UAE വരുവാണെങ്കിൽ, സാധാരണ അദ്ദേഹം വരുന്നത് ഇന്ത്യൻ എംബസി വഴിയാണ്. പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ എംബസിയിലെ അംബാസഡറും മറ്റുള്ളവരൊക്കെയാണ് അതിനുള്ള അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും, ഇവിടെയുള്ള ഭരണാധികാരികളിൽ നിന്നും അതിനുള്ള പെർമിഷൻ എടുക്കുന്നതും ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും. അപ്പോൾ ഇന്ത്യൻ എംബസിയിലൂടെയാണ്, ത്രൂ ഇന്ത്യൻ എംബസിയാണ് വരുന്നത്. ഇന്ത്യൻ എംബസി അതേപോലെയാണ് ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ എംബസിയുണ്ട്. ആ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഓഫീസാണ്, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസാണ് അല്ലെങ്കിൽ ഒരു സെറ്റപ്പാണ് ഈ രാജ്യത്തുള്ളത്. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ലോകത്തേക്ക് വരുമ്പോൾ, വേറെ രാജ്യത്തേക്ക് പോകുന്ന പോലെ അദ്ദേഹം ഈ ലോകത്തേക്ക്, ഭൗതിക ലോകത്തിലേക്ക് വരുന്ന സമയത്ത് എംബസി ത്രൂ, കാര്യം ആ എംബസി ആരാണ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്, പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് ഇവിടെയുള്ള എംബസിനെ കൺട്രോൾ ചെയ്യുന്നത്, സംശയമില്ല. എന്നാലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എംബസിയിലൂടെയാണ് വരുന്നത്, അല്ലെങ്കിൽ എംബസി ത്രൂ ആണ് അദ്ദേഹം ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും ബാക്കിയെല്ലാം ചെയ്യുന്നതും. അതേപോലെ സെയിം ലോജിക്കാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അതുകൊണ്ട് കൃഷ്ണൻ അവതാരമെടുത്ത് വരുന്ന സമയത്ത് എംബസിയിലാണ് ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്നത്. അതായത് വൈകുണ്ഠത്തിൻ്റെ ഒരു എംബസിയാണ് ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠം. നമ്മൾ പറയുമ്പോൾ തന്നെ ഭൗമ വൈകുണ്ഠം എന്ന് പറയും അല്ലേ. ഈ ഭൗതിക ലോകത്തിലെ വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷീരോദക സായി വിഷ്ണു ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ഒരു എംബസി പോലെയാണ്. ഒറിജിനൽ വൈകുണ്ഠത്തിൻ്റെ ഒരു എംബസി, ഒരു എക്സ്പാൻഷനാണ്. അതുകൊണ്ട് കൃഷ്ണൻ അവതാരം എടുക്കുമ്പോൾ എംബസി ത്രൂ ആണ് വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ക്ഷീരോദക സായി വിഷ്ണുവിലൂടെ വരുന്നു എന്ന് പറയുന്നു ക്ഷീരോദക സായി വിഷ്ണുവിലൂടെയാണ് എല്ലാ അവതാരങ്ങളും വരുമ്പോൾ അത് കാര്യം ഇവിടെ നടക്കുന്നത്, ഇവിടുത്തെ മെയിൻ ആള് ക്ഷീരോദക സായി വിഷ്ണുവാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന എംബസി ത്രൂ ആണ് അവതാരങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോഴും അതിന് തെറ്റായിട്ട് നമ്മൾ ധരിക്കരുത്. അതുകൊണ്ട് വിഷ്ണു ആണോ വലുത് എന്നുള്ള ചിന്ത അവിടെ വരുന്നില്ല, എംബസി കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ. അല്ലെങ്കിൽ ചോദിക്കും, ഇവിടെ UAE എംബസിയിലിരിക്കുന്ന അംബാസിഡർ ആണോ പ്രധാനമന്ത്രികളും ഇന്ത്യൻ പ്രധാനമന്ത്രികളും വലുതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ക്ഷീരോദക സായി വിഷ്ണു ആണോ കൃഷ്ണനാണോ വലുത് എന്നുള്ളത്. പക്ഷേ ആ പ്രധാനമന്ത്രി പോലും ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് ഇവിടുത്തെ അംബാസിഡറിൻ്റെ ഒരു കോർഡിനേഷനിലൂടെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് ഇവിടെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. അതേപോലെ കൃഷ്ണൻ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ആര് ചെയ്യുന്നു, ക്ഷീരോദക സായി വിഷ്ണു ചെയ്തു കൊടുക്കുന്നു ഇവിടെ ലീലകൾ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു. ഇനി UAE വേറെ അടുത്തൊരു ഉദാഹരണം കൊണ്ട് പറയട്ടെ, അതിനുമായിട്ട് കണക്റ്റായിട്ട് തന്നെ ഇതിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാൻ പറ്റും ഇതൊക്കെ, ഈ എക്സാമ്പിൾ വെച്ച് പറയാം. അടുത്തൊരു സെയിം എക്സാമ്പിൾ തന്നെ. ഓക്കെ, ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക്, ഞാനിരിക്കുന്ന രാജ്യത്തിലെ പ്രധാനമന്ത്രിക്കോ പ്രൈം മിനിസ്റ്ററിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണണം എന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച വേണം, ഒരു ഇൻ്റർവ്യൂ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? അവർ ഡയറക്റ്റ്ലി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കില്ല, ഇവിടുത്തെ ഇന്ത്യൻ അംബാസിഡറിൽ ത്രൂ ആണ് ആ നിവേദനം പോകുന്നത്.
ഇവിടെ ഒരു ഇന്ത്യൻ അംബാസിഡർ ഉണ്ട്. ആ ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന, ഫുൾ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഭരണാധികാരികളും കൂടിയിട്ടാണ് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുവാൻ അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അംബാസിഡറിനോടാണ് ആദ്യം പറയുക. അംബാസിഡറാണ് പ്രധാനമന്ത്രിയെ അറിയിച്ച് ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ ഇവിടെയുള്ള ബ്രഹ്മാവ് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മിനിസ്റ്ററാണ്, ഏറ്റവും വലിയ മിനിസ്റ്ററാണ്. അദ്ദേഹം ക്ഷീരോദ സായി വിഷ്ണുവിനോട് പോയി പറയുന്നു, ഭഗവാനെ, ഇവിടെ അസുരന്മാരുടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ അങ്ങ് വരണം എന്ന് പറയും. അങ്ങ് വരണം, അല്ലെങ്കിൽ അങ്ങ് അവതാരം എടുക്കണം എന്ന് പറയും. ഇത്രേ പറയുള്ളൂ. അപ്പോൾ ഒരു അംബാസിഡർ ചെയ്യുന്ന പോലെ ക്ഷീരോദ സായി വിഷ്ണു നമ്മുടെ ചില സമയങ്ങളിൽ കൃഷ്ണൻ നേരിട്ട് വരുമ്പോഴത്തെ കാര്യം പറയുന്നത്. മറ്റുള്ള അവതാരങ്ങളാണെങ്കിൽ അതനുസരിച്ചിട്ട് വരുന്നു. ചിലപ്പോൾ ശ്രീമൻ നാരായണൻ അല്ലെങ്കിൽ വാമനദേവൻ, നരസിംഹദേവൻ ആര് വരുമ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ലോകമുണ്ട് അല്ലേ. അപ്പോൾ ക്ഷീരോദ സായി വിഷ്ണു പറയുന്നു, ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കും ഇവിടെ ഏത് അവതാരമാണ് ആവശ്യമുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ മത്സ്യാവതാരം എടുക്കേണ്ട സമയത്ത് കരിപ്രളയം വന്ന സമയത്താണ്. ആ സമയത്ത് മത്സ്യമായിട്ട് തന്നെ ഭഗവാൻ അവതരിക്കണം. അതേപോലെ നരസിംഹദേവനായിട്ട് വരാൻ കാര്യം ഹിരണ്യകശിപു അങ്ങനെ ഒരു വരം എടുത്തതുകൊണ്ട്. അങ്ങനെ ഒരു വരം അപ്പം നരനായിട്ടും വരാൻ പറ്റില്ല, മൃഗമായിട്ടും വരാൻ പറ്റില്ല, അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ വരണം. അപ്പോൾ അതുകൊണ്ട് നരസിംഹദേവന് വരേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ ആവശ്യമനുസരിച്ച് അവിടെ നിവേദനം സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ഹെഡ് ഓഫീസിൽ പോയിട്ട് പറയും, അവിടുത്തെ ഒറിജിനൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി പറയും, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം പറയും, ഓക്കെ, ഞാൻ വരാം, വെൽക്കം. അങ്ങനെ വരുന്നു. അങ്ങനെയാണ് അവതാരം എടുക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് റിക്വസ്റ്റ് പോകുമ്പോഴും പോകുന്നത് ഇതിലൂടെയാണ്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ശ്ലോകം കൂടെ നോക്കാം. കൃഷ്ണയബേ അവതാരേ സർവാംശ ആശ്രയ സർവാംശ ആശി തബേ കൃഷ്ണേത മിലയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണയബേ അവതാരേ സർവാംശാശ്രയ സർവാംശ ആസി തബേ കൃഷ്ണേതേ മിലയ. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ അവിടുന്ന് തന്റെ എല്ലാ വിസ്തരണങ്ങളുടെയും ആശ്രയമാകുന്നു. കൃഷ്ണാവതാര വേളയിൽ എല്ലാ അംശങ്ങളും അവിടുന്ന് ചേരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് മറ്റുള്ള അവതാരങ്ങളെല്ലാം കൃഷ്ണനകത്തുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. കാര്യം പരമദിവ്യതമ പുരുഷനാണ്, അവതാരി പുരുഷനാണ് വരുന്നത്. അവതാരി പുരുഷൻ വരുമ്പോൾ മറ്റുള്ള അവതാരങ്ങളൊക്കെ ഓൾറെഡി അദ്ദേഹത്തിനകത്തുണ്ട്. ഉദാഹരണത്തിന് കൃഷ്ണൻ ഇവിടെ അവതരിക്കുന്ന സമയത്ത് ക്ഷീരോദ സായി വിഷ്ണുവും കൂടെയുണ്ട്. വിഷ്ണു ഉണ്ട് കൂടെ. കാര്യം എന്താണ്? അസുരന്മാരെ വിഷ്ണുവിനെ പറ്റുള്ളൂ. നമ്മുടെ വൃന്ദാവനത്തിലെ വെണ്ണ മാത്രം കഴിക്കുന്ന ഇടിമിന്നലിനെ പേടിയുള്ള ആ കൃഷ്ണൻ എങ്ങനെ അസുരന്മാർ? അദ്ദേഹത്തിൻ്റെ മൂഡ് അതല്ല, പറ്റില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഭാവം അതല്ല. അതിനുവേണ്ടി അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇടപെടില്ല. അദ്ദേഹത്തിന് ലീലകൾ ആസ്വദിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതൊക്കെ വിഷ്ണുവിന് ഓൾറെഡി ഡെലിഗേഷൻ കൊടുത്തേക്കാണ്, നീ ചെയ്താൽ മതി. അപ്പോൾ വിഷ്ണുവാണ് അസുരന്മാരെ നിഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, കൃഷ്ണനകത്ത് എല്ലാ അവതാരങ്ങളും ഉണ്ട്. ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്ത ശ്ലോകം. യൈ രൂപേ ജാനേ സൈ താഹ കഹേ സകല സംഭവേ കൃഷ്ണേ കിച്ചു മിഥ്യനഹേ. ഹരേ കൃഷ്ണ. ഭജനെ സൈതാഹ കാഹേ സകല സംഭവേ കൃഷ്ണേ കിച്ചു മിഥ്യനഹേ. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ്. ജയ് ശീല പ്രഭുപാദ്. കൃഷ്ണനെ ഏതെല്ലാം രൂപത്തിൽ ഒരുവൻ അറിയുന്നുവോ അവൻ ആ വിധത്തിൽ അവിടുന്നിനെ പറ്റി പറയുന്നു. ഇതിൽ യാതൊരു മിഥ്യയുമില്ല, കാരണം എല്ലാം കൃഷ്ണനിൽ സാധ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഭഗവാൻ കൃഷ്ണൻ ഏത് രൂപത്തിൽ വന്നാലും കൃഷ്ണൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതേപോലെ എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിനകത്തുണ്ട്. അപ്പോൾ എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും അതിന് തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഇതാണ് പറയുന്നത് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. നമ്മുടെ ഉള്ളിലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ സംശയങ്ങൾ വരേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്ലാരിറ്റിയാണ് വരുന്നത്. നമ്മൾ ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് കേൾക്കും. പ്രഭുപാജി ആണെങ്കിലും ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, നമ്മുടെ ആചാര്യന്മാർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഇതൊക്കെ. ഇങ്ങനെയാണോ അങ്ങനെയാണോ, അവതാരം വിഷ്ണുവാണോ കൃഷ്ണനാണോ, ആകെ കൺഫ്യൂഷനാണ്. ഇനി ആണ് എന്ന് പറഞ്ഞാലും അതിനും നമ്മൾ തെറ്റ് പറയുന്നില്ല. ഓക്കെ, കൃഷ്ണൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്, സോ നോ പ്രോബ്ലം. ഭഗവാൻ കൃഷ്ണൻ എന്തും ചെയ്യാം. എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ കൃഷ്ണ. എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ കൃഷ്ണ ഓൾസോ. എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിനകത്തുണ്ട്. സോ അതുകൊണ്ട് ആരെന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. അത്ത ഏവ, അടുത്ത ശ്ലോകം. ഈ ഒരു ശ്ലോകത്തോടു കൂടി നമുക്ക് ചർച്ച ഇന്ന് അവസാനിപ്പിക്കാം. അത ഏവ ശ്രീകൃഷ്ണ ചൈതന്യ ഗോസായി സർവ അവതാര ലീല കരി സബാർ ദേഖായ്. ഹരേ കൃഷ്ണ. അത ഏവ ശ്രീകൃഷ്ണ ചൈതന്യ ഗോസാനി സർവ അവതാര ലീലാകാരി സബാരെ ദേഖായി. ശ്രീല പ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാ അവതാരങ്ങളുടെയും എല്ലാ ലീലകളും എല്ലാവർക്കും പ്രദർശിപ്പിച്ചിട്ടുള്ളതായി കാണുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം വരുമ്പോഴും എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിനകത്തുണ്ട്. കാര്യം കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു, വ്യത്യാസമില്ല. അതേ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് നമ്മൾ ചൈതന്യ ലീലയിൽ കാണാം, ഒരുപാട് അവസരങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പല അവതാരങ്ങളുടെ ഭാവത്തിൽ ചെയ്യുന്നത്. നരസിംഹദേവനായിട്ട് ശ്രീവാസ് ഠാക്കൂറിന് മുമ്പിൽ വരുന്നുണ്ട്. ശ്രീരാമചന്ദ്രഭഗനായിട്ട് മുരാരി ഗുപ്തയുടെ മുമ്പിൽ വരുന്നുണ്ട്. അതേപോലെ അദ്ദേഹം കൂർമ്മ അവതാരം, ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഷ്ടസാത്വിക വികാരങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് കൂർമ്മാവും, അദ്ദേഹം കൂർമ്മ രൂപത്തിൽ വരുന്നു. ചില സമയത്ത് അദ്ദേഹം വരാഹ അവതാരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീവത്സാങ്കണിൽ നടന്നിട്ടുള്ള ആ ലീല, 21 മണിക്കൂറിൻ്റെ മഹാപ്രകാശ ലീലയിൽ അദ്ദേഹം ഒരുപാട് അവതാരങ്ങളെ അദ്ദേഹം കാണിക്കുന്നുണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭു. എങ്ങനെ സാധിക്കുന്നു? കാര്യം എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളും വരുന്നത് അവതാരി പുരുഷനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനകത്ത് എല്ലാ അവതാരങ്ങളും ഉണ്ട്, അദ്ദേഹത്തിന് അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും മഹാപ്രഭുവിനെ ഷഡ്ഭുജ രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് സർവം ഭട്ടാചാര്യയ്ക്ക്. ഷഡ്ഭുജ രൂപം, കൃഷ്ണൻ്റെ 2 കൈകൾ, മഹാപ്രഭുവിൻ്റെ 2 കൈകൾ, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ. അങ്ങനെ പല ഡിവോട്ടീസിനും പല ഭക്തർക്കും പല അവതാരങ്ങളും പല രൂപങ്ങളും ശ്രീ ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താണ്? എല്ലാത്തിൻ്റെയും അദ്ദേഹം അവതാരിയാണ്, അവതാരി പുരുഷനായതുകൊണ്ട്. ഓക്കെ, 134 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം, ഭഗവാന്റെ കാരുണ്യത്തോടുകൂടി, കാരുണ്യമുണ്ടെങ്കിൽ. ഓക്കെ. श्रीमन महाप्रभु की जाय, श्री नित्यानंद राम की जाय, श्रील कृष्णदास कविराज गोस्वामी की जाय, जगत गुरु श्रीला प्रभुपाद की जाय, श्रीला गुरुदेव की जाय, गौड़ीय गुरुवृंद की जाय, श्री रूप श्री सनातन भट्ट रघुनाथ, श्री जीव गोपाल भट्ट दास रघुनाथ की जाय, श्री वृंदावन धाम की जाय. जय जय श्री राधे श्याम. Thank you. Hare Krishna Prabhu. Thank you, Prabhu. Hare Krishna Prabhu. Hare Krishna. Hare Krishna.